എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒലീവിയ വെരയോട് സംസാരിക്കുന്ന പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. ഒലീവിയ പറയും സിറിൽ ഇപ്പൊ എന്ത് ഹാപ്പിയാണെന്ന് നോക്കിയേ, ഹ്യൂഗോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനെ ഹാപ്പിയാക്കി കൊണ്ടേയിരിക്കും. ഹ്യൂഗോ നല്ലൊരു വ്യക്തിയാണ്. ഇത്രയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടും എങ്ങനെയാണ് ഇവന് സിറിലിനോട് ഇത്ര സ്നേഹം കാണിക്കാൻ പറ്റുന്നേ? അത് കേട്ട വര എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. എന്റെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ശരിക്കും എന്റെ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം ഹ്യൂഗോക്കാണ് കിട്ടുക. അപ്പൊ ആ സമയം ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് അതെല്ലാം ഹ്യൂഗോക്ക് കിട്ടാതെ നേരെ സിറിലിനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഹ്യൂഗോക്ക് വല്ല സ്വത്തോ സമ്പാദ്യമോ ഒന്നുമില്ല. സോ അവൻ പണക്കാരിയായ പെണ്ണിനെ കെട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഇവിടെ പ്രസന്റിൽ എഡ്വാർഡ് പറയും, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സിഗ്നൽ ഫയർ ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ കുടുങ്ങി കിടക്കുകയാണെന്ന് പുറത്തുള്ളവരെ അറിയിക്കണം. ഫിലിപ്പ് പറയും, ഈ അവസ്ഥയിൽ എങ്ങനെയാ? പുറത്താണെങ്കിൽ നല്ല കാറ്റും മഴയാ. അതേസമയം വേറെ ആ റൂമിന്ന് പുറത്തേക്ക് പോകാൻ നോക്കും. അപ്പൊ എഡ്വാർഡ്, നീ ഇതെവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നതാണ്. നീ എന്തെടുക്കാനാ അവിടെ പോകുന്നേ? നമ്മളെ കൊല്ലാൻ വേണ്ടി കത്തിയാണോ? അതോ നീ ഒളിപ്പിച്ച ആ ഗണ്ണോ? അല്ലെങ്കിൽ വല്ലതും കലക്കിയിട്ട് നമ്മളെ കൊല്ലാനാണോ? വേറെ പറയും, ഞാൻ കത്തിയൊന്നും കൊണ്ടുവരില്ല, എന്റെ കയ്യിൽ ഒരു ഗണ്ണും ഇല്ല. ഇനി ഞാനിപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നെന്ന് വിചാരിക്കേ, എനിക്കങ്ങനെ നിങ്ങൾ ആരെയും ഒറ്റയടിക്ക് കൊല്ലാനാകില്ല. അന്നേരം എഡ്വാർഡ്, അതെന്താ നിനക്ക് അത്ര ഉറപ്പെന്ന് ചോദിക്കും. എടോ മണ്ട, മരമണ്ട, ഈ കില്ലർ പാർട്ടിക്കുലർ ടൈം ഒരാളെ മാത്രമേ കൊല്ലുകയുള്ളൂ. തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ പൊട്ട? വേറെ എഡ്വാർഡിനോട് പറയുന്നത് കേട്ട് ഫിലിപ്പ് ചിരിക്കും. അവൻ വെരയോട് പറയും, എന്തായാലും നീ ഒറ്റക്ക് പോകണ്ട, ഞാനും ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോകും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ ഫിലിപ്പ് ലോറൻസിനോട് ചോദിക്കും, നിങ്ങൾ ഒരുപാട് പേർക്ക് തൂക്കുകയർ കൊടുത്തിരുന്നെന്ന് കേട്ടല്ലോ, അവർ അത് അർഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഞാൻ അവർക്ക് തൂക്കുകയർ വിധിക്കും. അപ്പൊ ഫിലിപ്പ് പറയും, തൂക്കുകയർ കൊടുത്ത കുറ്റവാളികളെ തൂക്കിലേറ്റുമ്പോൾ നിങ്ങൾ അത് കാണാൻ പോകാറുണ്ടെന്ന് ഡേവിസ് എന്നോട് പറഞ്ഞല്ലോ. നിങ്ങൾ എഡ്വാർഡിനെ തൂക്കിലെത്തുന്ന സമയം അവിടെ ഉണ്ടായിരുന്നു. വേറെ പറയും, ആ എനിക്ക് ഈ വാർത്ത പത്രത്തിൽ വായിച്ചത് ഓർമ്മയുണ്ട്. എല്ലാവരും പറഞ്ഞത് അയാൾ തെറ്റുകാരനല്ല എന്നാണല്ലോ. അല്ല, അവൻ കുറ്റവാളിയാണ്. അവന്റെ ഡയറി വായിച്ചപ്പോഴാണ് അവന്റെ മനസ്സ് എത്ര നീചവും ക്രൂരവുമാണെന്ന് എനിക്ക് മനസ്സിലായത്. അവന്റെ വിചാരം അവൻ കൊന്ന ആൾക്കാരെല്ലാം മോശം ആൾക്കാരാണെന്നാ, അതുവഴി ഈ ലോകം തന്നെ നന്നാക്കുകയാണെന്നാ അവൻ വിചാരിച്ചത്. ആൾക്കാരിങ്ങനെ പെടഞ്ഞു തീരുന്നത് കാണുമ്പോൾ അവനെന്തോ ആനന്ദം കിട്ടിയിരുന്നു. അപ്പൊ ഡേവിസ്, നിങ്ങൾ എന്തുകൊണ്ട് അവനെ തൂക്കിലേറ്റുന്ന സമയത്ത് അവനെ കാണാൻ അവിടെ പോയില്ല എന്ന് ചോദിക്കും. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ തൂക്കിലേറ്റുന്ന സമയത്ത് അവന് അവന്റെ മുഖം മറക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവന് എൻ്റെ മുഖം കാണണമെന്ന് നിർബന്ധമായിരുന്നു. ചിലപ്പോൾ ഞാനും അവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, ഞാനും ആൾക്കാരെ കൊല്ലുന്നു അവനും ആൾക്കാരെ കൊല്ലുന്നു എന്ന് കാണിക്കാനായിരിക്കണം അവൻ എന്നെ തന്നെ നോക്കിയത്. അവൻ്റെ അവസാന നിമിഷത്തെ ആ ചിരി അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ സമയം വേറെ സിറിലിന്റെ ആത്മാവിനെ അവിടെ കാണും, പക്ഷെ അവൾ അങ്ങോട്ട് നോക്കാതെ കണ്ണടക്കും. അടുത്ത സീനിൽ എല്ലാവരും പേടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് നടക്കുന്നുണ്ടാകും. അന്നേരം ലോറൻസ്, ഞാൻ എന്തെങ്കിലും വായിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ റൂമിലേക്ക് പോകും. നെക്സ്റ്റ് സീനിൽ ഫിലിപ്പ് അവരോട് 3 പേരോടും പറയും, ഈ കില്ലറും ലോറൻസും ഒരേ കാര്യമാണ് ഇഷ്ടപ്പെടുന്നത്, ഒരാളെ കൊന്ന് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തൽ. ഡേവിസ് പറയും, അയാളിപ്പോ അയാളുടെ റൂമിൽ ഒറ്റക്കാണ്, ചിലപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാകും. ഇവിടെ വരാ അന്ന് ഹ്യൂഗോനെ പരിചയപ്പെട്ടതിന് ശേഷം അവർ റിലേഷൻഷിപ്പിലായിരുന്നു. ഹ്യൂഗോയോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ അവൾക്ക് ഓർമ്മ വരും. അതേസമയം അവളുടെ കയ്യിലുള്ള ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ സൗണ്ട് ആക്കുന്നുണ്ടാകും. അത് കേട്ട എഡ്വാർഡിന് ദേഷ്യം വരും. അവൻ അവളോട് അതൊന്ന് നിർത്തുമോ എന്ന് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് വരെ ദേഷ്യത്തിൽ ഞാൻ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അവൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാറ്റ് വീശിയപ്പോൾ അവളുടെ കാൻഡിൽ കെട്ടുപോകും. അവൾ നേരെ റൂമിലേക്ക് പോയിട്ട് ആ കാൻഡിൽ ഒന്നുകൂടെ കത്തിച്ചിട്ട് മുഖം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോകും. പെട്ടെന്ന് അവൾ എന്തോ സൗണ്ട് കേട്ട് പിറകിലോട്ടേക്ക് നോക്കും, പക്ഷേ അവിടെ ഒന്നും കാണില്ല. ആ സമയം പെട്ടെന്നൊരു കൈ വന്ന് അവളുടെ കഴുത്തിൽ പിടിക്കും. വേറെ അവിടുന്ന് നിലവിളിക്കും. അപ്പോഴേക്കും അവളുടെ ബോധം പോകും. ഫിലിപ്പ് വന്ന് വേറെ വിളിച്ചിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കും, പക്ഷെ എന്നിട്ടും അവളുടെ ബോധം വരില്ല. അപ്പൊ എഡ്വാർഡ് എന്തോ മരുന്ന് വേരയുടെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. പെട്ടെന്ന് അവൾക്ക് ബോധം വരും. അന്നേരം ഡേവിസ് ഓടി വന്ന് ഒരു ഗ്ലാസ് ബ്രാൻഡി കൊടുത്തിട്ട് അത് കുടിക്കാൻ പറയും. അപ്പൊ അവൾ അത് തട്ടി മാറ്റും. ഈ പൊട്ടന്റെ കളി കണ്ടിട്ട് ഫിലിപ്പ് ചിരിക്കും. ഫിലിപ്പ് അവരോട്, ഞാൻ വേറെ ബ്രാൻഡി കുപ്പി എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഡേവിസ് എഡ്വാർഡിനോട് പറയും, സത്യമായിട്ടും ഞാൻ ഈ ബ്രാൻഡിയിൽ ഒന്നും ചേർത്തിട്ടില്ല, ഷോക്കിങ്ങിന് ബ്രാൻഡി നല്ലതാ, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. അപ്പൊ എഡ്വാർഡ് ഡേവിസിനോട് പറയും, ഫിലിപ്പും വേറെയും എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, അവർ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. അപ്പോഴേക്കും പോയ ഫിലിപ്പ് തിരിച്ചു വരും. എഡ്വാർഡ് എല്ലാവരോടും, അല്ല
നമ്മളുടെ ജഡ്ജ് ലോറൻസ് എവിടെ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും ലോറൻസിനെ നോക്കാൻ പോകും. നോക്കുമ്പോഴുണ്ടാകും ലോറൻസ് അവിടെ മരിച്ചു കിടക്കുന്നു. എഡ്വേർഡ് പറയും ഇയാളുടെ തലയ്ക്ക് വെടികൊണ്ടിട്ടാണ് മരിച്ചത്. അവർ അങ്ങനെ ലോറൻസിനെ എടുത്ത് അയാളുടെ റൂമിൽ കിടത്തും. ഡേവിസ് ഫിലിപ്പിനോട് പറയും നീയല്ലേ നേരത്തെ ബ്രാൻഡി കുപ്പി എടുക്കാൻ താഴെ പോയത്, അപ്പൊ നീ തന്നെയാണ് കൊന്നത്. ഫിലിപ്പ് പറയും നീയും വിലക്ക് വേണ്ടി ഒരു ഗ്ലാസ് ബ്രാൻഡി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ താഴേക്ക്. എന്നിട്ട് ഫിലിപ്പ് എഡ്വാർഡിനോട് പറയും നിങ്ങളെയും കുറച്ചു നേരം ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ഞാനത് വരെ ബോധം കെട്ടപ്പോൾ അവൾക്ക് വേണ്ട മരുന്നെടുക്കാൻ പോയതാണ്. അപ്പൊ ഡേവിസ് പക്ഷെ നമ്മൾ ഒരു വെടിയൊച്ചയും കേട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ എഡ്വാർഡ് പറയും എന്തായാലും ഞാനല്ല, ഞാൻ ഇതുവരെ ആരെയും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒരാളെ ഷൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഈ പോലീസായ ഡേവിസ് ആയിരിക്കും. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വേറെ നേരെ ഡൈനിങ് ടേബിളിലേക്ക് നോക്കുമ്പോൾ ആ 5 ഫിഗേഴ്സ് 4 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാകും. എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ പിടികിട്ടില്ല. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ എന്തോ കിളിപോയ പോലെ അവർ 4 പേര് കുടിച്ച് കൂത്താടി പാട്ടൊക്കെ വെച്ച് അർമാദിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയം വെരയും ഫിലിപ്പും മാത്രം ക്ലോസ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ എഡ്വാർഡിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നും. അവൻ ഡേവിസിനോട് എടാ ഡേവിസേ അത് നോക്കിയേ, ഇനി ശരിക്കും ഇവരായിരിക്കുമോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ? പക്ഷേ ഡേവിസ് ആണെങ്കിൽ പകുതി വെള്ളത്തിലായിരിക്കും. അവൻ ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അത് കേട്ട് എല്ലാവരും ഉറങ്ങാൻ പോകും. ഫിലിപ്പ് വെരയുടെ റൂമിലേക്കും പോകും. ഇവിടെ ഡേവിസിനെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർമ്മ വരും. അതായത് സ്റ്റീഫനെ ശരിക്കും ഡേവിസ് ലോക്കപ്പിൽ നിന്ന് തല്ലിച്ചതച്ച് കൊന്നതാണ്. അതൊക്കെ അവനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് എഡ്വേർഡ് ഡോർ ഓപ്പൺ ചെയ്ത് ആരും കാണാതെ എവിടേക്കോ പോകും. ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ട് ഡേവിസ് ഇതാരാണെന്ന് അറിയാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങും. അത് എഡ്വേർഡ് ആണെന്ന് മനസ്സിലാക്കിയ ഡേവിസ് നേരെ പോയി ഫിലിപ്പിനോട് അവനാണ് കൊലയാളി, ആ എഡ്വേർഡ്, ഞാനിപ്പോൾ അവൻ എവിടത്തേക്കോ പോകുന്നത് കണ്ടു എന്ന് പറയും. ഫിലിപ്പ് വെരയോട് ഡോർ ലോക്ക് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ ഡേവിസിന്റെ കൂടെ എഡ്വേർഡിനെയും അന്വേഷിച്ചു പോകും. പിറ്റേ ദിവസം ഫിലിപ്പ് രാവിലെ അവന്റെ റൂമിൽ നോക്കുമ്പോഴുണ്ടാകും ബെഡിൽ അവന്റെ കാണാതായ ഗണ്ണ്. ഇതാരാ അവിടെ കൊണ്ടുവച്ചതെന്ന് അവന് മനസ്സിലാകില്ല. അവൻ വെരയോടും ഡേവിസിനോടും ഈ കാര്യം പറയും. ഇപ്പുറത്താണെങ്കിൽ ഫിഗേഴ്സ് 4 നിന്ന് 3 ആയി. അതായത് ഇന്നലെ പോയ എഡ്വേർഡ് പിന്നെ തിരിച്ചു വന്നില്ല. ഡേവിസ് ഫിലിപ്പിനോട് പറയും നീ തന്നെയായിരിക്കും ആ ഗണ്ണ് ബെഡിൽ വെച്ചിട്ടുണ്ടാവുക. വെര പറയും അങ്ങനെ ഫിലിപ്പിന്റെ കയ്യിൽ ആ ഗണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നലെ എഡ്വേർഡിനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അത് എടുക്കുമായിരുന്നില്ലേ, പക്ഷേ അവൻ അത് എടുത്തില്ലല്ലോ. ഡേവിസ് വെരയോട് പറയും എന്നാൽ പിന്നെ നീയായിരിക്കും അത് അവിടെ വെച്ചത് ഞങ്ങൾ ഇന്നലെ എഡ്വേർഡിനെ അന്വേഷിച്ച് പോയ സമയത്ത്. വെര പറയും ഏയ് ഞാനല്ല, കാരണം കില്ലർ എഡ്വേർഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് കതക് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാട്ടൊക്കെ വെച്ച് കുടിച്ച് അർമാദിക്കണം എന്നത് ആരുടെ പ്ലാനായിരുന്നു? അതൊക്കെ എഡ്വേർഡിന്റെ ഐഡിയ ആയിരുന്നു. അവനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. അവൻ ഇത്ര കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നു. അവൻ മരിച്ചിട്ടൊന്നുമില്ല. അവൻ ഇപ്പോഴും ഈ ഐലൻഡിൽ ജീവനോടെയുണ്ട്. ഇനി ശരിക്കും നമ്മൾ മരിച്ചോ? ചിലപ്പോ നമ്മൾ നരകത്തിലാണെങ്കിലോ? നമ്മൾ ചെയ്ത തെറ്റെല്ലാം അനുഭവിക്കാൻ വേണ്ടി. അപ്പൊ വരാ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുമായിരിക്കുമെന്ന് പറയും. ആര് വരാനാ നമ്മളെ രക്ഷിക്കാൻ? ആരും വരാൻ പോകുന്നില്ല. പിന്നെ ആകെ വരാനുള്ളത് ആ ബോട്ട്മാനായ ഫ്രെഡ് ആണ്. അവനെ ആരോ പൈസയൊക്കെ കൊടുത്ത് വശത്താക്കി. നമ്മൾക്ക് സിഗ്നൽ ഫയർ വെച്ച് നമ്മൾ ഇവിടെ പെട്ടുപോയെന്ന് ആരോടെങ്കിലും അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരും. അങ്ങനെ അവർ അതിനുള്ള എക്യുപ്മെന്റ്സ് റെഡിയാക്കും. ഫിലിപ്പും വരെയും അത് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകും. ഡേവിസ് ആരോ വീടിനകത്തുണ്ടെന്ന് വിചാരിച്ച് മെല്ലെ ഒരു വടിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോകും. പെട്ടെന്ന് അവൻ എന്തോ സൗണ്ട് കേൾക്കും. അവൻ ആ സൗണ്ട് കേട്ട ഭാഗത്ത് പോകുമ്പോൾ പെട്ടെന്നൊരു കരടി അവന്റെ നേർക്ക് ചാടി വീഴും. ഡേവിസിനെ കാണഞ്ഞിട്ട് ഫിലിപ്പും വരെയും അവനെ അന്വേഷിച്ചിട്ട് പോകും. അപ്പോൾ അവർ അവിടെ കാണുന്നത് കുത്തുകൊണ്ട നിലയിൽ മരിച്ചു കിടക്കുന്ന ഡേവിസിനെ ആയിരിക്കും. അപ്പൊ ആരോ ആ കരടീന്റെ വേഷം ധരിച്ച് വന്നിട്ടാണ് ഡേവിസിനെ കൊന്നതെന്ന് അർത്ഥം. അപ്പൊ വരാ ആ പോയത്തിലെ 8ാമത്തെ സ്റ്റാൻസ പറയും. 3 ലിറ്റിൽ സോൾജേഴ്സ് സൂയിലേക്ക് പോയപ്പോൾ അതിലൊരാളെ അവിടെയുണ്ടായ കരടി കൊന്നു. ഈ പോയത്തിലെ ഓരോ സ്റ്റാൻസയിലും പറയുന്നത് പോലെയാണ് ഓരോരുത്തരും മരിക്കുന്നുണ്ടാകുക. ഇപ്പൊ ആ ഫിഗേഴ്സ് 2 ആയി. ഫിലിപ്പും വരെയും ഇതൊക്കെ കണ്ട് പേടിച്ച് പുറത്തേക്കോടും. വരെ താഴെ എന്തോ ഉണ്ടെന്ന് പറയും. അവർ അവിടെ ചെന്ന് നോക്കുമ്പോഴുണ്ടാകും അവിടെ എഡ്വേർഡിന്റെ ബോഡി.
ഫിലിപ്പ് അതൊന്നും മൈൻഡ് ചെയ്യാതെ സിഗ്നൽ ഫയർ ചെയ്യാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് പോകും. വേറെ പറയും, നമ്മൾക്ക് എഡ്വാർഡിനെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ബോട്ട്മാൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ മരിച്ചു കിടക്കുന്നത് കാണും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബോഡി ഇവിടുന്ന് മാറ്റണം. അന്നേരം ഫിലിപ്പ് മെല്ലെ കയറി എഡ്വാർഡിന്റെ ബോഡി എടുക്കാൻ നോക്കുമ്പോൾ വേറെ പെട്ടെന്ന് ഫിലിപ്പിന്റെ പാൻറിന്റെ പിറകിൽ വെച്ച ഗൺ എടുത്തിട്ട് അവന് നേരെ ചൂണ്ടിയിട്ട് പറയും, നീ എന്നെയും കൊല്ലുമെന്ന് എനിക്കറിയാം. ഫിലിപ്പ് പറയും, ഇല്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഈ ഐലൻഡിൽ ആരോ ഉണ്ട്, അവരാണ് ഇതിന്റെയൊക്കെ പിറകിൽ. വേറെ പറയും, ഈ ഐലൻഡിൽ ആരുമില്ല, നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഫിലിപ്പ് അല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പിടിച്ച് വാങ്ങിക്കാൻ നോക്കുമ്പോൾ വേറെ ആ ഗണ്ണ് വെച്ച് ഫിലിപ്പിനെ ഷൂട്ട് ചെയ്യും. അതിനുശേഷം ഒരു ഭ്രാന്തിയെ പോലെ അവൾ അവിടുന്ന് കിടന്നലറും. അന്നേരം പാസ്റ്റിൽ സിറിൽ മരിച്ചതിന് ശേഷം ആ സമയം നടന്ന കാര്യങ്ങൾ വേറെ കോർട്ടിൽ പറഞ്ഞത് കാണിക്കും. ഇന്നത്തെ ലെസൺ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാമെന്ന് ഞാൻ അവന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാറ്റും ബോളും എടുക്കാൻ വേണ്ടി പോയ സമയത്തായിരുന്നു സിറിൽ എൻ്റെ കണ്ണ് വെട്ടിച്ച് കടലിലേക്ക് നീന്താൻ പോയതും അവിടുന്ന് മുങ്ങി മരിച്ചതും. ഞാൻ എന്നാൽ ആവുന്ന വിധം അവനെ രക്ഷിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ആ സീൻ അവിടെ കട്ടാകും. കോർട്ടിൽ നിന്നിറങ്ങിയ ശേഷം ഒലീവിയ വെരയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ ഒരുപാട് നന്ദിയെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അപ്പൊ ഹ്യൂഗോ വന്നിട്ട് വെരയോട് പറയും, നീ കോർട്ടിൽ പറഞ്ഞത് നിനക്ക് സിറിലിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നാ. നീ കള്ളമാണ് പറഞ്ഞത്. ഞാൻ നീ ഓടുന്നത് മുമ്പ് കണ്ടിട്ടുണ്ട്. നീ എത്ര സ്പീഡിൽ ഓടുമെന്നും എനിക്കറിയാം. അവൻ ചെറിയ കുട്ടിയാണ്. നിനക്ക് അവനെ ഓടിപ്പോയി ശരിക്കും പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. നീ അവനെ കൊന്നതാണ്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇത് തെളിയിക്കാൻ വേണ്ടത്ര പ്രൂഫില്ല. പക്ഷേ ഒരു ദിവസം എല്ലാ തെളിവും എടുത്തിട്ട് ഞാൻ വരും, നിനക്ക് തൂക്കുകയർ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോഴായിരിക്കും സിറിൽ മരിക്കുന്നതിന് മുമ്പുള്ള സീൻ കാണിക്കുക. ശരിക്കും വരെ കരുതി കൂട്ടി സിറിലിനെ കൊന്നതാണ്. അവനോട് വരാ, നിനക്ക് കടലിൽ പോയി നീന്തണം എന്നല്ലേ ആഗ്രഹം, നീ പോയി നീന്തിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട് സിറിൽ അവിടേക്ക് നീന്താൻ പോയി. അവൻ മുങ്ങിപ്പോകുന്നത് കണ്ടിട്ടും അവൾ അവനെ രക്ഷിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, വേറെയും ഹ്യൂഗോയും റിലേഷൻഷിപ്പിലായിരുന്നല്ലോ. ഒലീവിയ അന്ന് വെരയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒലീവിയുടെ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് സ്വത്തെല്ലാം ഹ്യൂഗോക്കാണ് കിട്ടേണ്ടതെന്നും പക്ഷേ സിറിൽ ഉണ്ടായത് കൊണ്ട് ആ സ്വത്തിന്റെ എല്ലാ അവകാശി സിറിലായി എന്നും. സിറിലിനെ കൊന്നുകഴിഞ്ഞാൽ ആ സ്വത്തെല്ലാം ഹ്യൂഗോക്ക് തിരിച്ചു കിട്ടുമെന്നും ഹ്യൂഗോയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതുവഴി അവർക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നും വെരക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ ഈ കടുങ്കൈ ചെയ്തത്. പക്ഷെ സിറിൽ മരിക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് ഹ്യൂഗോയെ കിട്ടിയതുമില്ല. അന്ന് ചെയ്തു കൂട്ടിയതിന്റെ ഗിൽറ്റി അവൾക്കുള്ളത് കൊണ്ടാണ് അവൾ ഇടയ്ക്ക് സിറിലിന്റെ ആത്മാവിനെ കാണുന്നതായി ഹാലൂസിനേറ്റഡ് ആകുന്നത്. ഇവിടെ പ്രസന്റിൽ വെരക്ക് ബോധം വരും. അപ്പോഴേക്കും അവളുടെ മാനസിക നില ആകെ തെറ്റിയിട്ടുണ്ടാകും. ആരുമില്ലാത്ത ആ ദ്വീപിൽ അവൾ ഒറ്റയ്ക്ക്. അതോടൊപ്പം സിറിലിനെ കൊന്ന കുറ്റബോധമാണെങ്കിൽ മറുവശത്തും. അവൾ തോക്ക് നേരെ താഴെയിടും. അപ്പോൾ സിറിലിന്റെ ആത്മാവ് അവളുടെ കൈ പിടിച്ച് പോകുന്നത് പോലെ അവൾ ഹാലുസിനേറ്റഡ് ആകും. അവൾ അവളുടെ റൂമിലേക്ക് പോകും. അപ്പൊ അവിടെ തൂങ്ങിച്ചാകേണ്ട കയറുണ്ടാകും. അത് കണ്ടപ്പോൾ ഹ്യൂഗോ അന്ന് നിനക്ക് ഞാൻ തൂക്ക് കയർ വാങ്ങിത്തരുമെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മ വരും. വേറെ തൂങ്ങിച്ചാകണമെന്ന രീതിയിൽ ആ കയർ അവളുടെ കഴുത്തിലിടും. അപ്പോഴായിരിക്കും ആ കൊലയാളി നടന്നു വരുന്ന ശബ്ദം അവൾ കേൾക്കുക. കില്ലർ ഡോറ് തുറന്നു വരുമ്പോൾ അത് ഹ്യൂഗോ ആയിരിക്കുമെന്ന് വിചാരിച്ച് അവൾ ഹ്യൂഗോ ഹ്യൂഗോ എന്ന് വിളിക്കും. കില്ലർ ഡോറ് തുറക്കും. അത് മറ്റാരുമല്ല, ജഡ്ജ് ലോറൻസ് വാൾഗേയും. പെട്ടെന്ന് അവൾ ചവിട്ടി നിന്ന ചെയർ വീഴും. അന്നേരം അവൾ ആ ചെയറിൽ എങ്ങനെയല്ലോ കാല് വെച്ചിട്ട് നിൽക്കും. അയാളുടെ കയ്യിൽ ആ ലാസ്റ്റ് ഫിഗറും ഉണ്ടാകും. ലോറൻസ് പറയും, ഞാൻ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എഡ്വേർഡ് ആയിരുന്നു. ഞാൻ അവനെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഞാൻ മരിച്ചതായി അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൂട്ടത്തിലെ കില്ലർ ആരാണെന്ന് നിങ്ങൾ ആരും കാണാതെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മദ്യം തന്ന് ബോധരഹിതരാക്കുക എന്നുള്ളത് എഡ്വേർഡിന്റെ ഐഡിയ ആയിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവന് അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് വരാൻ പറ്റുകയുള്ളൂ. അന്നേരം വരാൻ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. ഞാൻ ഇതൊക്കെ ചെയ്തത് ജസ്റ്റിസിന് വേണ്ടിയാണ്. എത്രയൊക്കെ ആയാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ശരിക്കും ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ലോറൻസ് ഓവൻ എന്ന ഫേക്ക് നെയിം യൂസ് ചെയ്ത് എല്ലാവരെയും ആ സോൾജർ ഐലൻഡിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്റെ ട്യൂമർ സർജറിക്ക് ശേഷം ഫുള്ളായി ക്യൂറായെന്ന് ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു. അതായത് ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം.
സോ ഗണ്ണിലുള്ള ആ അവസാനത്തെ ബുള്ളറ്റ് എനിക്കുള്ളതാണ്. പോലീസുകാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് 10 ഡെഡ് ബോഡികളല്ലാതെ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. എങ്ങനെ ഇത് സംഭവിച്ചത്, ആരാ കൊലയാളി എന്നറിയാതെ അവർ നെട്ടോട്ടമോടും. വേറെ പറയും അതിന് ആ ഗണ്ണിൽ ഒരു ബുള്ളറ്റ് പോലും ഇല്ല. ഓ, എന്റെ പ്ലാനൊക്കെ തെറ്റിയല്ലോ. വേറെ പറയും ഇല്ല, നമ്മൾക്ക് 2 പേർക്കും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. ഞാൻ പോലീസുകാരോട് ഫിലിപ്പാണ് എല്ലാവരെയും കൊന്നതെന്നും അതുപോലെ എൻ്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫിലിപ്പിനെ ഷൂട്ട് ചെയ്തതെന്നും അങ്ങനെയെല്ലാം പറഞ്ഞോളാം. ഫിലിപ്പ് നിന്റെ ലവർ ആയിട്ട് പോലും നീ ഫിലിപ്പിനെ കൊന്നു. അവൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി നീയാണ്. വേറെ പറയും അല്ല, ഫിലിപ്പ് എന്നെ കൊല്ലാൻ നോക്കിയ സമയത്ത് ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവനെ വെടിവെച്ച് കൊന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. അവർ ഞാൻ മുമ്പ് സിറിലിന്റെ കേസ് പറഞ്ഞ സമയത്ത് വിശ്വസിച്ചതുപോലെ ഇതും വിശ്വസിച്ചോളും. നിങ്ങൾ എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് 2 പേർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് കേട്ട ലോറൻസ് മെല്ലെ വന്ന് ആ ചെയർ തട്ടി മാറ്റും. അന്നേരം വരെ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കും. എന്നിട്ട് ലോറൻസ് ഒരു ബുള്ളറ്റ് കാണിച്ചിട്ട് പറയും, എൻ്റെ ഫേക്ക് ഡെത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്നൊരു ബുള്ളറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ബുള്ളറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന കാര്യം നീ മറന്നുപോയി. അയാൾ അതും പറഞ്ഞ് നേരെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് പോയി ആ ബുള്ളറ്റ് ഗണ്ണിൽ വെച്ച ശേഷം കില്ലർ ആരാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അയാൾ ഒരു ടവൽ കൊണ്ട് ഗണ്ണ് ഹോൾഡ് ചെയ്ത് കഴുത്തിന് നേരെ വെടിവെച്ച് സ്വയം മരിക്കും. ആൻഡ് ദെൻ there were none. ഇവിടെ വെച്ച് ഈ സീരീസ് കഴിയും. എങ്ങനെയുണ്ട് സീരീസ്? അതുപോട്ടെ, നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ശരിക്കും യഥാർത്ഥ കൊലയാളി ലോറൻസ് വാഗേയോ ആയിരിക്കുമെന്ന്? സീരീസ് കാണുന്ന സമയത്ത് നമ്മൾ തന്നെ ആ ഐലൻഡിൽ പെട്ടുപോയൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.